പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് സാധനം ശ്രീലങ്കൻ കുക്കുംബറിൻ്റെ വിത്ത് എടുക്കുന്ന ചടങ്ങാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ് കുറേ പേർക്ക് ഞാൻ വിത്ത് കൊടുത്തു. ഒരാളുണ്ടായി എന്ന് പറഞ്ഞിട്ട് ചെടിയൊക്കെ ഇട്ടിട്ട് ചേട്ടൻ എനിക്ക് മണ്ണിട്ട് ചെടികൾ എനിക്ക് ഇട്ട് തന്നു. വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീണ്ടും ഈ കുക്കുംബർ 900 ഗ്രാമാണ് ഒരു കുക്കുംബർ വരുന്നത്. എത്ര മൂത്താലും ഇത് കഴിക്കാം. മറ്റുള്ള കുക്കുംബർ മൂത്താൽ കഴിക്കാൻ പറ്റും. ഇത് വെറുതെ കറ് മുഴുവൻ കടിച്ച് തിന്നാൻ പറ്റും ഈ സാധനം. അതിന് ഏറ്റവും വലിയ പ്രത്യേകത വളരെ ടേസ്റ്റിയാണത്. അപ്പോൾ ഇതിൻ്റെ വിത്ത് എടുക്കുന്ന രീതിയാണ്. ഇത് നന്നായി പഴുത്തിങ്ങനെ വീഴാറാകുമ്പോഴാണ് ഇത് പൊട്ടിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതാ ഇതുപോലൊരു പാത്രത്തിൽ ഇതേണ്ട, ഇത് പഴുത്ത് നല്ല കളർ മാറിയതാ. ഇതിനങ്ങോട്ട് ഒട്ടച്ചിങ്ങോട്ട് കലക്കിങ്ങോട്ടാ കലക്കിയിട്ട് ഈ വേസ്റ്റൊക്കെ എടുത്ത് കളയും. അപ്പോൾ ഇതിനൊക്കെ വിത്തുണ്ടോ? വിത്ത് ഒരു തരി വിത്തും കളയരുതിട്ടാ. ഈ വിത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് തരാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണതാണ്. വേണ്ടവർ ഇപ്പോൾ തന്നെ പറഞ്ഞോ. ഇത് ഏകദേശം ഒരാഴ്ച കൊണ്ട് ശരിയാവും. ഇപ്പോൾ വർഷക്കാലമാണ്. നട്ട് കഴിഞ്ഞാൽ ടപ്പേന്ന് പൊന്തി കുക്കുംബർ അടിച്ച് പൊളിച്ച് കഴിക്കാം. അതൊരു വെറൈറ്റി സാധനം, എവിടെയില്ല അങ്ങനെ സാധനം. അപ്പോൾ ഇതിലേക്ക് എന്താണെന്ന് വെച്ചിട്ട് ഇതിലേക്ക് അരിക്കുക, വേറെ ഒന്നുമില്ല കേട്ടോ. ഇതിരിക്കേണ്ട അരിക്കണോടുകൂടി ആ വിത്ത് മാത്രമായിട്ട് നമ്മുടെ എന്താ അതെ വിത്ത് മാത്രമായിട്ട് കിട്ടിയണ്ട കേട്ടാ. വിത്തുണ്ടാ ഇതിൽ തന്നെ ചുരുങ്ങിയത് 1000 ചില്ലാനും വിത്തുകളുണ്ടാവും. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കണതാ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനത് നമ്മുടെ അടുപ്പിൻ്റെ ചുറ്റും ഇടും. ഇത് ഉണങ്ങും. അത് കഴിഞ്ഞ് വിളിച്ചോളൂ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. ഇതുപോലത്തെ ഇങ്ങനെ കിണ്ണം സാധനങ്ങളിങ്ങനെ നിറച്ചിങ്ങനെ പൊട്ടിക്കാം. പോരെ, എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചോളൂ കേട്ടോ. കടയിൽ റെഡിയാണ് വിത്ത്, വന്നോളൂ. ഓക്കെ. അപ്പോൾ വിത്തെടുക്കേണ്ട രീതിയൊക്കെ മനസ്സിലായില്ലേ? ഈ ഇപ്പോൾ സാധാരണ വിത്ത് കാലങ്ങളോളം കേടുകൂടാണ്ടിരിക്കാൻ എന്താ ചെയ്യണത് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ചെയ്തു തരും. ഒരാഴ്ച കഴിഞ്ഞ് വിത്തെടുത്ത് തരും. നടുക, സുഭിക്ഷമായിട്ടൊന്ന് കഴിക്കുക. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മുടെ വിത്ത് ഇതെവിടെ ഉണക്കാൻ വെച്ചിരിക്കുന്നു. ഇത് ഏകദേശം ഒരാഴ്ച കൊണ്ട് ഉണക്കും. ഞാനിത് വിത്ത് ഉണക്കാൻ വെച്ചിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയോ? ഇതെൻ്റെ വീട്ടിലുള്ള ഒരു ആലുവ അടുപ്പാണ്. കണ്ടോ, അതിൻ്റെ മുകളിൽ ഒരു ബ്ലോവറൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ പറയുക സംഗതി? മറ്റൊന്നുമല്ല, എൻ്റെ വീട്ടിലെ ഈ ആലുവ അടുപ്പിനെ ഞാൻ റോക്കറ്റ് അടുപ്പാക്കി കൺവേർട്ട് ചെയ്തു. ഇങ്ങനെ ചെയ്തപ്പോൾ ഗുണം എന്താണ്? കുറച്ച് വിറക് മതി, കണ്ടമാനം കത്തും, നല്ല പോലെ ചൂടും കിട്ടും, പുകയില്ല, ഒന്നുമില്ല. അടിപൊളിയാണ്. നിങ്ങളുടെ വീട്ടിലും ഇത് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നുള്ള എൻ്റെ വീഡിയോ ശാന്തൻ മൂത്തേട് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നോക്കുക നിങ്ങൾ.